ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസം ഒന്ന് പിന്നിട്ടിട്ടും UP അശാന്തമാണ്. പരാജയ കാരണങ്ങളെ ചൊല്ലി UP BJPയിൽ ആഭ്യന്തര കലഹം രൂക്ഷം. യോഗി ആദിത്യനാഥ് പടിയിറങ്ങിയാലേ അടങ്ങൂ എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. ഇതിനെ നഖശിഖാന്തം എതിർത്ത് യോഗിയുടെ അനുയായികളും രംഗത്തുണ്ട്. ആകെ ഒരു കോലാഹലമാണ്. അതിനിടയിൽ വരുന്നു UPയിലെ 10 സീറ്റുകളിലേക്ക് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ്. കോൺഗ്രസും SP ചേർന്ന ഇന്ത്യ സഖ്യം ഇത്തവണയും രണ്ടും കൽപ്പിച്ചാണ്. BJPയിൽ തമ്മിൽ തല്ല് മൂർച്ഛിക്കവേ ഇന്ത്യ സഖ്യം സീറ്റ് വിഭജന ചർച്ചയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ പ്രബല കക്ഷി എന്ന നിലയിൽ സീറ്റ് വിഭജനത്തിൽ SP-ക്കായിരിക്കും മേൽക്കൈ. സീറ്റിനായി വാശി പിടിച്ച് സഖ്യം അവതാളത്തിലാക്കരുതെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. 10-ൽ 7 സീറ്റിൽ SP മത്സരിക്കാനാണ് സാധ്യത. 3 കോൺഗ്രസും. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ ഒരെണ്ണം പോലും നിലവിൽ കോൺഗ്രസിന്റെ പക്കലില്ല. 5 SP-യുടെ സിറ്റിംഗ് സീറ്റുകളാണ്. BJP-യുടേതാണ് 3 സീറ്റുകൾ. സഖ്യകക്ഷികളായ RLD, നിഷാദ് പാർട്ടി എന്നിവയ്ക്ക് ഓരോ സീറ്റ് വീതമുണ്ട്. ഉപതിരഞ്ഞെടുപ്പിലും BJP-യെ പിന്തള്ളാനായാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് BJP-യിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം എങ്ങനെയെങ്കിലും തളർത്തണം. അഖിലേഷ് യാദവിന് നല്ലൊരു തിരിച്ചടി കൊടുക്കണം. അതിനായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയേ മതിയാകൂ എന്നതാണ് UP BJP-യുടെ അവസ്ഥ. പക്ഷെ അതിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മാറ്റുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തുകയോ വേണമെന്നതാണ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ വാദം. ഡൽഹിയിലെത്തി ദേശീയ പ്രസിഡന്റ് JP നദ്ദയെ കണ്ട് മൗര്യ ഇക്കാര്യമെല്ലാം പറഞ്ഞു. ലോക്സഭയിലേറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ UP മന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് യോഗി ആദിത്യനാഥിനെതിരെ സർക്കാരിലും പാർട്ടിയിലുമൊക്കെ വൻ പടയൊരുക്കം നടക്കുന്നത്. യോഗിയുടെ തെറ്റായ പ്രവർത്തന ശൈലിയാണ് മോശം പ്രകടനത്തിന് കാരണമെന്നാരോപിച്ച് നിരവധി BJP നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ഈ കലാപത്തിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയാണ്. ഒരാളും സംഘടനയേക്കാൾ വലുതല്ല എന്ന മൗര്യയുടെ പ്രസ്താവന യോഗി ആദിത്യനാഥിനെതിരായ കലാപാഹ്വാനം തന്നെയാണ്. സംഘടന സർക്കാരിനേക്കാൾ വലുതാണ്. പാർട്ടി പ്രവർത്തകരുടെ വേദന എന്റെയും വേദനയാണ്. ഒരാളും സംഘടനയേക്കാൾ വലുതല്ല എന്നാണ് മൗര്യ എക്സിൽ കുറിച്ചത്. അടുത്തിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ കലഹം കത്തിപ്പടർന്നതോടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുമെന്ന് ഉത്തർപ്രദേശ് BJP പ്രസിഡന്റ് ഭൂപേന്ദ്ര ചൗധരി മോദിയെ നേരിൽ കണ്ടു പറഞ്ഞിരുന്നു. ഇതും BJP നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. അമിത ആത്മവിശ്വാസമാണ് തോൽവിയിലേക്ക് നയിച്ചതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏറ്റുപറയുമ്പോൾ ഭരണത്തിലെ പ്രശ്നമടക്കം ചൂണ്ടിക്കാട്ടി പാർട്ടി റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ഉയർത്തിക്കാട്ടുന്നത്. നേതാക്കൾ തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കവേ UP BJP ഘടകം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് വിശദമാക്കി വിപുലമായൊരു 15 പേജ് റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് തോറ്റുവെന്ന് വിശദമാക്കുന്ന റിപ്പോർട്ടിൽ സർക്കാർ ജോലികൾക്കായി കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത്, സംസ്ഥാന ഭരണത്തിൽ പാർട്ടി പ്രവർത്തകർക്കുള്ള അതൃപ്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തുകാട്ടുന്നുണ്ട്. അമേഠി, അയോധ്യ തുടങ്ങിയ സുപ്രധാന ഇടങ്ങളിലെ തോൽവി സംബന്ധിച്ച് പ്രത്യേക പരിശോധനയാണ് റിപ്പോർട്ടിൽ നടത്തിയിട്ടുള്ളത്. 40,000-ഓളം ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ക്രോഡീകരിച്ചും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UPയിലെ എല്ലാ മേഖലകളിലും 8% വരെ വോട്ടുകളുടെ കുറവ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത്. പാർട്ടിയെ നേരത്തെ പിന്തുണച്ചിരുന്ന ചില ജാതി വിഭാഗങ്ങൾ അകലുന്നതിന്റെ സൂചനകളും റിപ്പോർട്ടിൽ പറയുന്നു. കുർമി, മൗര്യ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നകന്നു. ദളിത് വോട്ടുകളിൽ 1/3 മാത്രമേ BJPക്ക് ഇത്തവണ നേടാനായിട്ടുള്ളൂ. BSPക്ക് അനുകൂലമായി ലഭിച്ചിരുന്ന വോട്ടുകളിൽ ഇത്തവണ 10%-ഓളം കോൺഗ്രസിലേക്ക് മാറിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ തിരിച്ചടിക്കുള്ള കാരണങ്ങൾ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ചിലതൊക്കെ നമുക്കൊന്ന് നോക്കാം. തോൽവിയുടെ പ്രധാന കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഉദ്യോഗസ്ഥരുടെ അമിതാധികാര പ്രയോഗവും ഭരണതലത്തിലെ പോരായ്മയുമാണ്. സർക്കാരിൽ ഉദ്യോഗസ്ഥർക്കുള്ള ആധിപത്യം പാർട്ടി പ്രവർത്തകർക്ക് പോലും അവമതിപ്പുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. പോലീസിന്റെ നടപടികളും വിമർശനങ്ങൾക്കിടയാക്കി. ചില ഘടക കക്ഷികളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്കുള്ള മറ്റൊരു പ്രധാന കാരണം ബുൾഡോസർ പ്രയോഗമാണെന്ന് ഘടകകക്ഷിയായ നിഷാദ് പാർട്ടി അധ്യക്ഷൻ സഞ്ജയ് നിഷാദ് തുറന്നടിച്ചിരുന്നു. റിപ്പോർട്ടിലും ഇത് തന്നെ പറയുന്നു. വീടുകൾ പൊളിച്ചു നീക്കുന്നതിനെതിരെ വിവിധ ഇടങ്ങളിൽ പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടായ കാര്യം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ അനധികൃത നിർമ്മാണം ചൂണ്ടിക്കാട്ടി വീടുകളും കെട്ടിടങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്ന നടപടി യോഗി സർക്കാർ മരവിപ്പിച്ചു വെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും സംവരണം നിർത്താൻ പോകുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണവും തോൽവിക്ക് കാരണമായ പ്രധാന കാരണങ്ങളായി BJP റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്.
കൂടാതെ സർക്കാർ ജോലികൾക്ക് കരാർ തൊഴിലാളികളെ നിയമിക്കുന്നതും അഗ്നിവീർ അടക്കമുള്ള വിഷയങ്ങളും യുവാക്കൾക്ക് പാർട്ടിയോടുള്ള അകൽച്ചയ്ക്ക് കാരണമായും വിലയിരുത്തലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം നേരത്തെ ആരംഭിച്ചതും തിരിച്ചടിയായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആറാമത്തെയും ഏഴാമത്തെയും ഒക്കെ ഘട്ടമായപ്പോഴേക്കും പ്രവർത്തകർക്ക് ക്ഷീണവും മടുപ്പും ഉണ്ടായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംവരണ നയങ്ങൾക്കെതിരായ പാർട്ടി നേതാക്കളുടെ പ്രസ്താവനകളും വിവിധ വിഭാഗങ്ങളിൽ പാർട്ടിയുടെ കുറഞ്ഞുവരുന്ന പിന്തുണയെ കൂടുതൽ രൂക്ഷമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരാജയ കാരണങ്ങളെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചേരിപ്പോർ അവസാനിപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വം. നിലവിൽ യോഗി ആദിത്യനാഥിനെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ അതൃപ്തി വ്യാപകമായതിനാൽ BJPയിലും സർക്കാരിലും നടത്തുന്ന വൺ മാൻ ഷോ അവസാനിപ്പിക്കാൻ യോഗി ആദിത്യനാഥിനോട് ദേശീയ നേതൃത്വം ആവശ്യപ്പെടാം. അനാവശ്യ വിവാദമുണ്ടാക്കാതെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ തയ്യാറാകണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചേക്കും. അടുത്ത മാസം തുടങ്ങുന്ന സംഘടനാ തിരഞ്ഞെടുപ്പ് നടപടികൾക്കൊപ്പം UPയിലെ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതുവരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഭൂപേന്ദ്ര സിംഗ് ചൗധരിയെ മാറ്റിയേക്കില്ല. സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുതിയ അധ്യക്ഷൻ വന്നാൽ ഭൂപേന്ദ്ര സിംഗ് ചൗധരി മന്ത്രിസഭാംഗമായേക്കുമെന്നാണ് കേൾക്കുന്നത്. ആദിത്യനാഥിന് സ്ഥിരം തലവേദനയുണ്ടാക്കുന്ന കേശവ് പ്രസാദ് മൗര്യയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനിടയില്ലെന്നും കേൾക്കുന്നുണ്ട്. മാത്രമല്ല 10 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ യോഗി മന്ത്രിസഭയിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നാണ് സൂചന. ഇതിനുശേഷം മന്ത്രിസഭയിലും സംസ്ഥാന പാർട്ടിയിലുമൊക്കെ സമൂലമായ അഴിച്ചുപണിയുണ്ടാകും.